നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൊളംബോയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസൊക്കെ നല്ല രൂപത്തിൽ കഴിഞ്ഞിട്ട് അതിനുശേഷം അവിടെ മഴ പെയ്യുന്നുമുണ്ട്. നാളെ കളി നടക്കുമ്പോൾ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, അഭിഷേക് ശർമ്മ കളിക്കുമോ എന്നുള്ളതാണ്. അഭിഷേക് വിൽ പ്ലേ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. യെസ്, അഭിഷേക് നാളെ കളിക്കും. ഇന്ന് അഭിഷേക് ശർമ്മ നന്നായിട്ട് പ്രാക്ടീസ് സെഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സോ ആശങ്ക വേണ്ട, ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ അഭിഷേക് ശർമ്മ നാളെ ഉണ്ടാകും. അഭിഷേകും ഇഷാൻ കിഷനും ചേർന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കായിട്ട് ഓപ്പണിംഗ് നടത്തും. സോ അതൊരു ശുഭവാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉസ്മാൻ താരിഖിന്റെ ബൗളിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷനെ കുറിച്ചും അദ്ദേഹം ഉയർത്താൻ പോകുന്ന ത്രെട്ടിനെ കുറിച്ചും ഒക്കെ വലിയ കോലാഹലങ്ങൾ ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ ഉസ്മാൻ താരിഖിനെ എങ്ങനെ നേരിടും എന്നുള്ള ചോദ്യം ഇന്ത്യൻ ക്യാപ്റ്റനോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, ഇപ്പൊ ചോദ്യം സിലബസിന് പുറത്താണെങ്കിലും ഒരു പരീക്ഷയെ നമുക്കത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം ഉസ്മാൻ താരിഖ് ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് സറണ്ടർ ആവാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അദ്ദേഹത്തെ നേരിടാൻ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റന്റെ മറുപടി. വളരെ മികച്ച മറുപടി തന്നെയാണ് പറഞ്ഞത്. ആരുടെ മുന്നിലും സറണ്ടർ ആവാനില്ല, മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ഡൊമിനൻസ് പാകിസ്ഥാനുമേൽ ഇപ്പോൾ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നുണ്ടല്ലോ, അതൊരു അഡ്വാൻറ്റേജ് അല്ലെന്ന് ചോദിക്കും. അദ്ദേഹത്തിന്റെ മറുപടി, യു കാൻറ്റ് ടേക്ക് ഹിസ്റ്ററി ഇൻ ടു ദി ഫീൽഡ്. കളിക്കളത്തിലേക്ക് നിങ്ങൾക്ക് ചരിത്രവും കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊരു ഫ്രഷ് ഗെയിമാണ്. അവിടെ നമ്മൾ നമ്മുടെ മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ ബാക്കി കളികളൊക്കെ ഇന്ത്യയിൽ വെച്ച് കളിക്കുന്നു. പക്ഷേ പാകിസ്ഥാനെതിരെ കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊളംബോയിലേക്ക് പോയതാണ്, പ്രേമദാസ സ്റ്റേഡിയം. അപ്പോൾ അവിടെ കളിക്കുമ്പോൾ ബൗണ്ടറികളൊക്കെ കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അഡാപ്റ്റിംഗ് ടു സിറ്റുവേഷൻ ഈസ് ദി കീ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബൗണ്ടറീസ് വളരെ വലുതാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഏത് തരത്തിലുള്ള ക്രിക്കറ്റാണ് ഇവിടെ കളിക്കേണ്ടതെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. സോ ഡിഫറെൻറ്റ് ഗെയിംസ്, ഞങ്ങൾ ഓൾറെഡി 2 ഡിഫറെൻറ്റ് ഗെയിംസ് കണ്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കറിയാം ഏതൊക്കെ ഏരിയകളിൽ എവിടെയൊക്കെയാണ് ഞങ്ങൾ ടൈറ്റൻ അപ്പ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ ബൈലേറ്ററൽ സീരീസ്, ഇന്ത്യ പാകിസ്ഥാൻ ബൈലേറ്ററൽ സീരീസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. എപ്പോഴെങ്കിലും എനിക്കതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു പോസ്റ്റിലൊക്കെ ഞാൻ എത്തുമ്പോൾ അപ്പം ഞാൻ അതിന് മറുപടി പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും മികച്ചൊരു പോരാട്ടത്തിനായിട്ട് തന്നെ ഇന്ത്യൻ ടീം ഒരുങ്ങിയിറങ്ങുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, ദിസ് ഈസ് എ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഫോർമാറ്റ്. സോ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസ്ക്കും എടുക്കേണ്ടി വരും. മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഉള്ളത്. എന്തായാലും എല്ലാ കണ്ണുകളും ആകാശത്തേക്ക് കൂടിയാണ്. കാരണം മഴ പെയ്ത് ഈ കളി ഒലിച്ചു പോകുമോ എന്ന ആശങ്ക നന്നായിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.